കണ്ണടച്ച് കിടക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ പറയും എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ അനീഷ് വേറൊരു ലെവലാണ് കേട്ടോ. എന്റെ റനാസുന കിടന്ന് തുള്ളുന്ന തുള്ളു കണ്ടോ, എന്തൊക്കെ ഇനി പുറത്തു വരാൻ കിടക്കുന്നു. കണ്ണടച്ച് കിടക്കുന്നത് ഞാൻ കണ്ടു. 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 ഇതുപോലൊരു ചൊറിച്ചില് കണ്ണടച്ച് കിടക്കുന്നത് ഞാൻ കണ്ടു. കണ്ണടച്ച് കിടക്കുന്നത് ഞാൻ കണ്ടു. റനാസുന്റെ ടെമ്പർ തെറ്റുന്നു. പോരട്ടെ പോരട്ടെ, ഉള്ളിലുള്ളതൊക്കെ ഇങ്ങ് എടുത്ത് എറി റനാസുന. എന്ത് വെയിറ്റ് ചെയ്തത്? കണ്ണടച്ച് കിടക്കുന്നത് ഞാൻ കണ്ടു. കണ്ണടച്ച് ഞാൻ അവിടെ നിൽക്കുമ്പോൾ കണ്ണടച്ച് കിടക്കുന്നത് കണ്ടു. പട്ടി കുറയ്ക്കാണ്ടിരിക്കാനാണ് ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞത് എനിക്കറിയാണോ? ഇപ്പോഴേ സാധനങ്ങൾ ഇവിടെ ഷോർട്ടേജ് ആണ്. ഇനി ഉറങ്ങി കണ്ണടച്ചോ 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 കണ്ണടച്ചോ. പട്ടി കുറച്ചോ പട്ടി കുറച്ചോ ഇരിക്കാൻ വേണ്ടിട്ടാണ് നിങ്ങളെ കൊണ്ട് വരച്ചിരിക്കുന്നത്. പട്ടി കുറച്ചോ, പട്ടി കുറയ്പ്പിക്കാതിരിക്കാനായിട്ടാണ് നിങ്ങളെ കൊണ്ട് കുറപ്പിക്കുന്നതെന്ന് ഇവ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പറയാ തക്കടിച്ചിട്ട് പോകും കേട്ടോ. ആരാണ് സുധി? കാട് കാട് എന്നോട് ഒരു കാര്യം പറഞ്ഞിട്ടില്ല. ആരാണ് സുധി എന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഉടനെ അത് വേണ്ട അത് വേണ്ട, മരിച്ചുപോയ എന്റെ ഹസ്സിനെ കുറിച്ച് നീ പിടിച്ച് കളിക്കണ്ട എന്നാണ് റനാസുന പറയുന്നത്. പുള്ളി എത്ര ചോദിച്ചോളൂ. എനിക്ക് പുള്ളി പറയുന്നത് എനിക്ക് ആരാണെന്ന് അറിഞ്ഞൂടെ, ഈ പറയുന്ന ആരാണ് സുധി ആരെന്നോ താങ്കൾ ആരെന്നോ എനിക്കറിയാം. ആരാണ് സുധി എന്നിങ്ങനെ ചോദിച്ചത്. പിന്നെ എപ്പോഴും ഈ പറഞ്ഞ പോലെ എന്താണ് രേണു ഒന്ന് വിളിക്കത്തില്ല, രേണു രേണു എന്നേ വിളിക്കത്തുള്ളൂ. ചോദിക്കുന്നത് RENU, പിന്നെ ഞാൻ എങ്ങനെ വിളിക്കുന്നത്, രേണു എന്നല്ലേ എനിക്ക് വിളിക്കാൻ പറ്റുള്ളൂ എന്ന് തുടങ്ങിയ അടിയാണ്. മറ്റൊന്നുമല്ല, അടിയുടെ തുടക്കം ഈ പറയുന്ന കണ്ണടച്ചു കിടക്കുന്നു, അതായത് ഉറങ്ങാൻ വേണ്ടി നീ കിടക്കുന്നു എന്ന് പറഞ്ഞു തുടങ്ങിയാണ്. ഈ അനീഷിന്റെ കേസ് അറിയാമല്ലോ, കണ്ണടച്ച് കിടക്കുന്നത് ഞാൻ കണ്ടു, കണ്ണടച്ച് കിടക്കുന്നത് ഞാൻ കണ്ടു എന്ന് പറഞ്ഞ് അവൻ്റെ അടുത്ത് തർക്കിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് തർക്കിക്കുന്നവന് ഭ്രാന്താവും. ആ രീതിയിൽ റനാസുനയുടെ ഉള്ളിലുള്ളതൊക്കെ ഇങ്ങനെ പുറത്തു വരാൻ തുടങ്ങിയിട്ടുണ്ട്. തുള്ളുകൊണ്ട് എന്റെ അമ്മ എനിക്ക് തന്നെ പേടിയാവുന്നു. ഇതിപ്പോ അങ്ങോട്ടും ഇത് 4-5 ദിവസമായുള്ളൂ. ഈ പറയുന്ന ടെമ്പർ തെറ്റാറൊന്നും ആയിട്ടില്ല. ഇനി ഒരു 10-15 ദിവസം കൂടി കഴിയുമ്പോ ഉള്ളിൽ കിടക്കുന്നതൊക്കെ ഇങ്ങനെ വരും. ഇന്നലെ റനാസുന ഇങ്ങനെ തറ ചെറിച്ച് പറഞ്ഞിട്ട് എന്റെ ഉള്ളില് കുറച്ച് വാക്കുകളുണ്ട്, അതൊക്കെ ഞാൻ അടുത്ത് പുറത്തു വിട്ട് കഴിഞ്ഞാൽ ഇവിടെ നാറും. നീ തന്നെ നാറും. മനസ്സിലായി? ആ വാക്കുകൾ പുറത്തു വരട്ടെ. ആ വാക്കുകളെ കുറിച്ചാണ് ഞാൻ ഇങ്ങനെ ഘോരം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. പാവച്ച് തുടങ്ങുന്ന താങ്കളുടെ ഫേവറേറ്റ് ആയിട്ടൊരു വാക്കുണ്ട്. ആ വാക്ക് പുറത്ത് വരണം. പ്രേക്ഷകർ അറിയണം, താങ്കൾ എന്താണെന്ന് അറിയണം. ഇങ്ങനെ ഒതുക്കി വെച്ചിരിക്കില്ലേ, ഒതുക്കി വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ പുറത്തു വരട്ടെ. അപ്പൊ ഇതാണ് ഇന്ന് നടന്ന സംഭവം. മനസ്സിലായോ? അങ്ങനെ അനീഷ് രണ്ടും കേൾപ്പിച്ചാണ് റനാസുനയെ പുകച്ച് ആ ഉള്ളിലുള്ളതൊക്കെ പുറത്തെടുക്കാൻ വേണ്ടിയിട്ട് പരമാവധി ശ്രമിക്കുന്നുണ്ട്. ഉടനെ തന്നെ നടക്കും. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണൂ. വീണ്ടും കാണാം. ജയ് ഹിന്ദ്.